ഒരു ദിവസം അവളുടെ അമ്മ നമ്മുടെ ബന്ധം പൊക്കി. അവൻ ചിലപ്പോൾ നിന്നെ നോക്കിയില്ലെങ്കിലോ, ചിലപ്പോൾ നിന്നെ കൊണ്ടുപോയി കൊന്നാലോ, അവൻ്റെ അടുത്ത് പോയി ഒരു സർക്കാർ ജോലി വാങ്ങിച്ചുകൊണ്ട് വാ, നിന്നെ കെട്ടിച്ച്. അത് എവിടത്തെ മാന്യത? നിന്റെ അമ്മയ്ക്ക് സർക്കാർ ജോലിയാണ് വേണമെങ്കിൽ നിന്റെ അമ്മ വേറെ ആരടുത്തെങ്കിലും പോയി കെട്ടാൻ പറയേ. ഞാൻ ചോദിച്ചു, നിന്റെ അച്ഛന് സർക്കാർ ജോലി ഉണ്ടാ? കൂലിപ്പണി എടുത്താണെങ്കിൽ അവർ പോറ്റാൻ വേണ്ടിയുള്ളൊരു മനസ്സുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് പറ്റാത്ത രീതിക്ക് എനിക്ക് പോറ്റാൻ കഴിയുമെന്നുള്ളത് ഞാൻ തെളിച്ച് കാണിച്ചു കൊടുക്കും. തെറ്റാണ്. ഞാനിപ്പോൾ എന്തായാലും എനിക്കിപ്പം 28 വയസ്സായി. കാരണം എനിക്കും വീട്ടിൽ എൻ്റെ റിലേറ്റീവ്സൊക്കെ കല്യാണാലോചനയൊക്കെ കൊണ്ടുവരാറുണ്ട്. കാരണം എനിക്ക് ജോബ് എന്ന് പറഞ്ഞാൽ ഫിലിമിലാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ ഫിലിം മേക്കർ ആവാനാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓട്ടത്തിലൊക്കെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഒരു ജോബ് ഒരു ഇഷ്യൂ, ഒരു പ്രശ്നമുണ്ട്. വീട്ടിലാണെങ്കിലും ഒരു ജോബ് ഇല്ലാത്തതിൻ്റെ അവർ പെൺവീട്ടുകാർ ചോദിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് ഒന്നും കിട്ടാതെ സ്ത്രീധനം വാങ്ങാതെ കൊണ്ടുവരുന്നതാണ് എനിക്ക് താല്പര്യം കൂടുതൽ. നമ്മൾ സ്വന്തം കാലിൽ നിന്ന് അവരെ പോറ്റണം. അങ്ങനെ കുറേ ഇഷ്യൂസ് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ചിലപ്പോൾ നല്ലതുപോലെ ആൾക്കാർ ഇപ്പോൾ പെൺകുട്ടികൾ വരുന്നെങ്കിൽ ആദ്യം അവർക്കൊരു മടിയായിരിക്കും തരാൻ വേണ്ടി. ഇപ്പോൾ സ്ത്രീധനം ചോദിച്ച് കളയോ എന്നൊക്കെ ഒരു ടെൻഷൻ അവർക്കുണ്ടാവും ഉള്ളിൽ. കച്ചവടമായിട്ട് തന്നെയാണ് ഇപ്പം കാണുന്നത്. കാരണം ഇപ്പം പെണ്ണ് വീട്ടുകാർക്ക് ഇപ്പോൾ ഉള്ള ഒരു സർക്കാർ ജോലിക്കാരനെ മാത്രമേ കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്നാണ് ഇപ്പോൾ കൂടുതൽ പറഞ്ഞു തരുന്നത്. എന്തിനാണ് സർക്കാർ ജീവനക്കാരല്ലാതെ ഒരു സാധാരണ ഒരാൾ കെട്ടിച്ചു കൊടുത്താലും കൂലിപ്പണി എടുത്താണെങ്കിൽ അവർ പോറ്റാൻ വേണ്ടിയുള്ളൊരു മനസ്സുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം എനിക്കാണെങ്കിൽ സർക്കാർ ജോലിയില്ല. ഇതിൻ്റെ സിനിമേൻ്റെ പറയുകയാണ് ഞാനും നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ കെട്ടിച്ചു തരികയാണെങ്കിൽ ഞാൻ അവളെ എന്നെ കണ്ട രീതിക്ക് ഞാൻ മാക്സിമം പോറ്റും. ആ രീതിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിക്ക് മാക്സിമം ഞാൻ കെയർ ചെയ്യും, അതിനനുസരിച്ചുള്ള പോറ്റും. സർക്കാർ ജീവനക്കാർക്ക് പറ്റാത്ത രീതിക്ക് എനിക്ക് പോറ്റാൻ കഴിയുമെന്നുള്ളത് ഞാൻ തെളിച്ച് കാണിച്ചു കൊടുക്കും ഒരു സാധാരണക്കാരനായ നിലയിൽ. തീർച്ചയായും തെറ്റാണ്, സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ്. കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിക്കുന്ന പലരിടത്തും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീധനം. എന്താണ് സത്യത്തിൽ ആണുങ്ങളാണ് ആവശ്യപ്പെടുന്നത് എന്നാണ് പലരും പറയുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ ആണുങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. എന്താണ്? ജോലി. വെറും ജോലിയല്ല, സർക്കാർ ജോലി. നമ്മൾ ചോദിച്ചാൽ തെറ്റ്, അവർ ചോദിച്ചാൽ ശരി. ഇതെന്താണ്? എന്താണിത്? ഇല്ല, അവൾ രണ്ടിൻ്റെ അന്ന് അവളെ കൊന്നാലാ? എനിക്കിപ്പോൾ ഒരു സർക്കാർ ജോലിയുണ്ട്, ഞാൻ ഒരുത്തിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ രണ്ടിൻ്റെ അന്ന് കൊന്നാലാ? അപ്പോൾ ജോലിക്ക് എന്ത് പ്രാധാന്യം? നമുക്ക് അന്തസ്സായിട്ടൊരു ജോലി ഉണ്ടോ? അതിന് കിളയിലാണെങ്കിൽ പോലും തുച്ഛമായ പൈസ കിട്ടുന്നുണ്ടോ? ഒരു പെൺകുട്ടിയെ നോക്കാൻ പറ്റും. അതിനിപ്പോൾ സർക്കാർ ജോലി തന്നെ വേണമെന്ന് ഇവിടെ ഒരു കോടതിയും പറയുന്നില്ല. പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് എന്താണ്? സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ആണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇത് ഇവിടുത്തെ നിയമം. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതവരുടെ തെറ്റായ ഒരു തെറ്റിദ്ധാരണയാണത്. ഇപ്പം നിങ്ങൾ 1 കോടി എനിക്ക് തന്നു, നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചു തരാണ്. ഞാൻ രണ്ടിൻ്റെ അന്ന് പുള്ളിക്കാരിനെ കൊണ്ടുപോയി കൊന്നാലാ? ഈ കോടികൾ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? എനിക്ക് തന്നെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതിനോടൊന്നും യോജിച്ചിട്ടൊന്നും ഒരു കാര്യമുള്ളതായി തോന്നുന്നില്ല. പല ആൺകുട്ടികൾക്കും ഇപ്പോൾ പെണ്ണ് കിട്ടുന്നില്ല. കാര്യം എന്താണ്? അല്ല, അവർക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിലേ അവർ കെട്ടിച്ചയക്കൂ. എന്താണ്? ഞാൻ ഇതിനൊരു റീസൺ പറഞ്ഞുതരാം. എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു. ഞാൻ തുറന്ന് പറയുകയാണ്, എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു. എൻ്റെ ജോലി ഫോട്ടോഗ്രാഫറാണ് ഞാൻ. അവൾക്കറിയായിരുന്നു എനിക്ക് ഈ ഫോട്ടോഗ്രാഫിയാണ് പണിയെന്ന്. പക്ഷേ ഒരു ദിവസം അവളുടെ അമ്മ നമ്മുടെ ബന്ധം പൊക്കി. അങ്ങനെ അവളുടെ അമ്മ എന്നെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവനൊരു ഫോട്ടോഗ്രാഫറാണ്, അവൻ്റെ കയ്യിൽ പൈസയൊന്നും കാണത്തില്ല, അവൻ ചിലപ്പോൾ നിന്നെ നോക്കിയില്ലെങ്കിലോ, ചിലപ്പോൾ നിന്നെ കൊണ്ടുപോയി കൊന്നാലോ, അവൻ്റെ അടുത്ത് പോയി ഒരു സർക്കാർ ജോലി വാങ്ങിച്ചുകൊണ്ട് വാ, നിന്നെ കെട്ടിച്ച്. അതെവിടത്തെ മാന്യത? ഞാൻ പറഞ്ഞു, എനിക്ക് നീ വേണ്ട, എൻ്റെ ഈ ജോലി ഇഷ്ടപ്പെടുന്ന ഒരുത്തിനെ ഞാൻ കെട്ടിക്കോളാം. നിൻ്റെ അമ്മയ്ക്ക് സർക്കാർ ജോലിയാണ് വേണമെങ്കിൽ നിൻ്റെ അമ്മ വേറെ ആരടുത്തെങ്കിലും പോയി കെട്ടാൻ പറയേ. സർക്കാർ ജോലിയുള്ള ഇനിയും പോവാലോ. ഞാൻ ചോദിച്ചു, നിൻ്റെ അച്ഛന് സർക്കാർ ജോലി ഉണ്ടാ? ഇല്ല. പിന്നെ എന്തിനും എനിക്ക് സർക്കാർ ജോലി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്ന? അതിൻ്റെ ഒരാവശ്യവുമില്ല. സന്തോഷം, ദുഃഖം എല്ലാം നമുക്ക് ഒരുമിച്ച് പങ്കിടാനായിട്ടൊരു മനഃശക്തി ഉണ്ടെങ്കിൽ അതാണ് ജീവിതം. അല്ലാതെ സർക്കാർ ജോലിയോ 1 കോടിയോ 2 കോടിയോ 3 കോടിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ ഞാനൊരു കോടീശ്വരനാണ്. നിന്ന നിപ്പി വേണമെങ്കിൽ എൻ്റെ ഇത്രയും കോടികൾ വേണമെങ്കിൽ പോവാം. പിന്നെ ഞാൻ കോടീശ്വരനാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ വെറും ഒരു ഇതാണ്, വെറും ഒരു എന്താണ് അറിയാലോ, വെറും ഒരു ഇതാണ്. ഇതിലൊന്നും